ഹായ്, ഞാൻ അദീബ്. റിയൽമിയുടെ ഏറ്റവും പുതിയ ബഡ്ജറ്റ് സ്മാർട്ട് ഫോണായ റിയൽമി C3 ആണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. റിയൽമി C2ൻ്റെ ഒരു സക്സസർ ആയിട്ടാണ് റിയൽമി C3 അവർ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ റിയൽമി C3ൻ്റെ അൺബോക്സിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സംസാരിച്ച് സമയം കളയാണ്ട് വീഡിയോയിലോട്ട് കിടക്കാം. ഇതാണ് റിയൽമി C3 വരുന്ന ബോക്സ്. ബോക്സിൻ്റെ മുകളിലായിട്ട് റിയൽമി C3 എന്നിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ബോക്സിൻ്റെ രണ്ട് സൈഡിലായിട്ടും റിയൽമി C3 എന്ന ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബോക്സിൻ്റെ താഴ്ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഫോണിൻ്റെ MRPയും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. 7,999 രൂപയാണ് ബോക്സിൽ കൊടുത്തിരിക്കുന്ന MRP. പിന്നെ ഇതിലെ മാനുഫാക്ചറിങ് ഡീറ്റെയിൽസൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്കത് വായിച്ച് നോക്കണമെന്നുണ്ടെങ്കിൽ ഇതൊന്ന് പൗസ് ചെയ്തൊന്ന് വായിച്ച് നോക്കുക. പിന്നെ ഈ ബോക്സിൽ എന്തൊക്കെ കണ്ടൻറ്റാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതെന്ന് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ബോക്സിൻ്റെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ ഈ ഫോണിൻ്റെ ഒരു ചില സ്പെസിഫിക്കേഷൻസ് ഒക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആ ഫോണിൻ്റെ IMEയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ കളറും വേരിയൻറ്റ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. 3GB 32GB ബ്ലൂ കളർ വേരിയൻ്റാണ് എൻ്റെ കയ്യിലുള്ളത്. ഇനി നമുക്ക് ഈ ബോക്സിൻ്റെ സീലൊന്ന് കട്ട് ചെയ്തിട്ട് ബോക്സിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഉള്ളിലൊരു ചെറിയ ബോക്സാണ് വരുന്നത്. ആ ബോക്സിൻ്റെ ഉള്ളിലായിട്ടാണ് സിം ഇജക്ടർ പിന്നും യൂസർ മാനുവലും വാറണ്ടി കാർഡും കൊടുത്തിരിക്കുന്നത്. അടുത്തതായിട്ട് നമ്മുടെ ഫോണാണ് വരുന്നത്. പിന്നെ അടുത്തായിട്ട് ഈ ബോക്സിൽ ഒരു ചാർജിങ് അഡാപ്റ്റർ നൽകിയിട്ടുണ്ട്. പിന്നെ ഒരു മൈക്രോ USB കേബിളും നൽകിയിട്ടുണ്ട്. ഇത്രയുമാണ് ബോക്സിൻ്റെ ഉള്ളിലായിട്ട് വരുന്നത്. ഇനി നമുക്ക് ഫോണിൻ്റെ ഡിസൈനെ കുറിച്ച് നോക്കാം. ഫോണിൻ്റെ റൈറ്റ് സൈഡിലായിട്ടാണ് പവർ ബട്ടൺ കൊടുത്തിരിക്കുന്നത്. ഫോണിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് വോളിയം ബട്ടണും സിം കാർഡ് സ്ലോട്ടും വരുന്നത്. ഡ്യുവൽ നാനോ സിമ്മിൻ്റെ ഡെഡിക്കേറ്റഡ് മൈക്രോ SD കാർഡ് സ്ലോട്ടാണ് ഇതിൽ വരുന്നത്. 256 GB വരെ നമുക്ക് സ്റ്റോറേജ് എക്സ്പാൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിലുണ്ട്. പിന്നെ ഇതിൽ ഡ്യുവൽ വോൾട്ടേജ് സപ്പോർട്ടും ഉണ്ട്. നമുക്ക് ഒരേ സമയത്ത് 2 ജിയോ സിം യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഫോണിൻ്റെ മുകൾ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ സെക്കൻഡറി നോയ്സ് ക്യാൻസലേഷൻ മൈക്ക് ഇതിൽ നൽകിയിട്ടില്ല. ഫോണിൻ്റെ താഴ്ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഒരു 3.5mm ഹെഡ്ഫോൺ ജാക്ക്, ഒരു പ്രൈമറി മൈക്രോഫോൺ, ഒരു ചാർജിങ് പോർട്ട്, ഒരു സ്പീക്കർ, ഇതൊക്കെയാണ് ഫോണിൻ്റെ താഴ്ഭാഗത്തായിട്ട് വരുന്നത്. ഇനി നമുക്ക് ഫോണിൻ്റെ ബാക്ക് സൈഡിലുള്ള ഡിസൈനെ കുറിച്ച് നോക്കാം. ഫോണിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു LED ഫ്ലാഷും നൽകിയിട്ടുണ്ട്. പിന്നെ ഈ ഫോണിൻ്റെ ബാക്ക് സൈഡിലുള്ള ഡിസൈനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ റിയൽമി 5i വരുന്ന അതേ ഡിസൈനാണ് ഇതിലും കൊടുത്തിരിക്കുന്നത്. ഒരു സൺറൈസ് ഡിസൈനാണ് ഇതിൽ വരുന്നത്. റിയൽമി 5i നോക്കുകയാണെങ്കിൽ താഴത്ത് നിന്ന് റൈസ് ആവുന്ന പോലെയായിരുന്നു ഡിസൈൻ നൽകിയിരുന്നത്. എന്നാൽ റിയൽമി C3 ക്യാമറ സെക്ഷനിൽ നിന്ന് റൈസ് ആവുന്ന പോലെയാണ് ഡിസൈൻ നൽകിയിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻസ് കുറിച്ച് നോക്കാം. 6.5 ഇഞ്ച് HD+ ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. 89.8% ആണ് സ്ക്രീൻ ടു ബോഡി റേഷ്യോ കൊടുത്തിരിക്കുന്നത്. കോർണിംഗ് ഒരു ഗ്ലാസ് പ്രൊട്ടക്ഷൻ റിയൽമി ഈ ഫോണിന് നൽകിയിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ വേർഷൻ എത്ര എന്നുള്ള കാര്യം അവർ മെൻഷൻ ചെയ്തിട്ടില്ല. അടുത്തായിട്ട് നമുക്ക് ഈ ഫോണിൽ വരുന്ന ക്യാമറയെ കുറിച്ച് നോക്കാം. ഈ ഫോണിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് കൊടുത്തിരിക്കുന്നത്. ഒരു 12 മെഗാപിക്സലിൻ്റെ ഒരു 2 മെഗാപിക്സലിൻ്റെ ക്യാമറയാണ് ഈ ഫോണിൻ്റെ ബാക്ക് സൈഡിലായിട്ട് വരുന്നത്. ഫ്രണ്ട് സൈഡ് നോക്കുകയാണെങ്കിൽ ഒരു 5 മെഗാപിക്സലിൻ്റെ ക്യാമറയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഈ ഫോണിൻ്റെ പ്രൈമറി ക്യാമറ ഉപയോഗിച്ച് നമുക്ക് 1080p 720p വീഡിയോസ് 30 ഫ്രെയിം പെർ സെക്കൻഡിൽ ഷൂട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. പിന്നെ ഇതിൽ 120 FPS സ്ലോ മോഷൻ വീഡിയോസും ഇതിൽ നമുക്ക് ഷൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഇതിൽ വരുന്ന പ്രൊസസ്സർ എന്ന് പറയുന്നത് MediaTekൻ്റെ Helio G70 പ്രൊസസ്സറാണ് ഇതിൽ വരുന്നത്. ഇതൊരു ഒക്ടാ കോർ പ്രൊസസ്സറാണ്. 12 നാനോമീറ്റർ ടെക്നോളജിയിൽ ബിൽഡ് ചെയ്തിരിക്കുന്ന ഒരു പ്രൊസസ്സറാണ് ഈ MediaTekൻ്റെ Helio G70. ഇതൊരു സൂപ്പർ ഗെയിമിംഗ് പ്രൊസസ്സറാണെന്ന് വേണമെങ്കിൽ പറയാം. ഈ ബഡ്ജറ്റ് റേഞ്ചിൽ 5000 mAh ഹൈ കപ്പാസിറ്റി ബാറ്ററിയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇതൊരു നോൺ റിമൂവബിൾ ബാറ്ററിയാണ്. റിയൽമി ഈ ഫോണിൽ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് നൽകിയിട്ടില്ല. 10 വാട്ട് ചാർജിങ് മാത്രമേ ഈ ഫോൺ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. ഒരു 5 വാട്ട് 2 ആംപിയറിൻ്റെ ചാർജറാണ് റിയൽമി C3ൻ്റെ ബോക്സിൽ വരുന്നത്. പിന്നെ ഈ ഫോണിൽ വരുന്ന സെൻസേഴ്സ് എന്ന് പറയുന്നത് GPS, ലൈറ്റ് സെൻസർ, പ്രോക്സിമിറ്റി സെൻസർ, മാഗ്നറ്റിക് ഇൻഡക്ഷൻ സെൻസർ, ആക്സറോമീറ്റർ, ഇതൊക്കെയാണ് ഈ ഫോണിൽ വരുന്ന സെൻസേഴ്സ്. റിയൽമി C3 ഔട്ട് ഓഫ് ദ ബോക്സ് ആൻഡ്രോയിഡ് 10ലാണ് വരുന്നത്. ഇതിൻ്റെ യൂസർ ഇൻ്റർഫേസ് എന്ന് പറയുന്നത് റിയൽമി OS വേർഷൻ 1.0 ആണ്. പിന്നെ ഈ റിയൽമി C3 ഒരു സ്പ്ലാഷ് റെസിസ്റ്റൻറ്റ് സ്മാർട്ട് ഫോണാണ്. അതായത് നമുക്ക് ചെറുതായിട്ട് വെള്ളം തട്ടിയാലൊന്നും കുഴപ്പം വരാത്ത രീതിയിലാണ് ഇതിൻ്റെ ഡിസൈൻ വരുന്നത്. അടുത്തായിട്ട് നമുക്ക് ഈ ഫോണിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ നോക്കാം. ഈ ഫോൺ 2 കളറിലാണ് വരുന്നത്, ബ്ലൂ, റെഡ്. ഈ ഫോണിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 3GB 32GB വേരിയൻറ്റിന് 6,999 രൂപയും
4GB 64GB വേരിയന്റിന് 7999 രൂപയുമാണ് വരുന്നത്. ഈ പ്രൈസ് റേഞ്ചിൽ Realme C3 വർത്താണോ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഇതേ പ്രൈസ് റേഞ്ചിൽ റെഡ്മിയിൽ വരുന്ന ഫോണിനെ കുറിച്ച് നമുക്ക് കമ്പയർ ചെയ്യാം. എന്നിട്ട് അതിൽ ഏതാണ് ബെസ്റ്റ് എന്നുള്ള കാര്യം എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ഞാൻ പറയാം. Realme C3യുടെ 3GB 32GB വേരിയന്റിന് 6999 രൂപയാണ് വരുന്നത്. ഇതേ പ്രൈസ് റേഞ്ചിൽ റെഡ്മിയിലുള്ള ഒരു ഫോൺ എന്ന് പറയുന്നത് Redmi 8A Dual. അതിൻ്റെ അൺബോക്സിംഗ് വീഡിയോ നമ്മൾ ഈ ചാനലിൽ ചെയ്തിട്ടുണ്ട്, ഈ വീഡിയോയുടെ തൊട്ട് മുമ്പായിട്ട്. അപ്പോൾ നിങ്ങൾ അത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ അവിടെ താഴെ കൊടുക്കുന്നുണ്ട്, അപ്പോൾ അത് പോയി ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ Redmi 8A Dualൻ്റെ 3GB 32GB വേരിയന്റിന് 6999 രൂപയാണ് വരുന്നത്. അപ്പോൾ ഈ രണ്ട് ഫോണും ഒരേ പ്രൈസിലാണ് വരുന്നത്, ഒരേ വേരിയന്റിലാണ് വരുന്നത്. ഈ രണ്ട് ഫോണും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് Realme C3 ആണ്. കാരണം Redmi 8A Dualനേക്കാളും ഡിസൈൻ്റെ കാര്യത്തിലായാലും പ്രോസസ്സറിൻ്റെ കാര്യത്തിലായാലും Realme C3 ആണ് ഒന്നുകൂടെ മുന്നിട്ട് നിൽക്കുന്നത്. അപ്പോൾ ആ കാര്യത്തിൽ Realme C3 ആണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. അപ്പോൾ 7000 പ്രൈസ് റേഞ്ചിൽ ഒരു ഫോൺ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ Realme C3 തീർച്ചയായിട്ടും എടുക്കാൻ വേണ്ടി നോക്കുക. കാരണം ഒരു നല്ലൊരു ഗെയിമിംഗ് പ്രോസസ്സറാണ് Realme C3യിൽ വരുന്നത്. അപ്പോൾ 7000 പ്രൈസ് റേഞ്ചിൻ്റെ കാര്യത്തിൽ നമുക്കൊരു തീരുമാനമായി. അടുത്ത് Realme C3യുടെ 4GB 64GB വേരിയൻറ്റ്, അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 7999 രൂപയാണ്. ഇതേ പ്രൈസ് റേഞ്ചിൽ റെഡ്മിയിലുള്ള ഫോൺ എന്ന് പറയുന്നത് Redmi 8 ആണ്. അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 4GB 64GB വേരിയൻറ്റിന് 7999 രൂപയാണ്. ആ Redmi 8 ഒരൊറ്റ വേരിയൻറ്റിലാണ് വരുന്നത്, 4GB 64GB എന്ന വേരിയൻറ്റിന്. ഈ രണ്ട് ഫോൺ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ Realme C3 ആണ് കുറച്ചും കൂടി നല്ലതെന്നാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. കാരണം Redmi 8ഉം Realme C3 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഡിസൈൻ്റെയും പ്രോസസ്സറിൻ്റെയും കാര്യത്തിൽ Realme C3 ആണ് മുന്നിട്ട് നിൽക്കുന്നത്. Redmi 8ൽ നോക്കുകയാണെങ്കിൽ ഫിംഗർ പ്രിൻറ്റ് സെൻസർ വരുന്നുണ്ട്, പക്ഷേ Realme C3ൽ ഫിംഗർ പ്രിൻറ്റ് ഇല്ല. 8000 പ്രൈസ് റേഞ്ചിൽ ഫിംഗർ പ്രിൻറ്റ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ നല്ല പ്രോസസ്സറും നല്ല ഡിസൈനുള്ളൊരു ഫോൺ വാങ്ങണം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ Realme C3 വാങ്ങുക. കാരണം പ്രോസസ്സറിൻ്റെ കാര്യത്തിലായാലും ഡിസൈൻ്റെ കാര്യത്തിലായാലും Redmi 8നേക്കാളും നല്ലത് Realme C3 തന്നെയാണ്. പക്ഷേ Realme C3ൽ ഫിംഗർ പ്രിൻറ്റ് ഇല്ല എന്നുള്ള ഒറ്റ പോരായ്മ മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. അപ്പോൾ 8000 പ്രൈസ് റേഞ്ചിൽ ഫിംഗർ പ്രിൻറ്റ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം Redmi 8 എടുക്കുക. ഫിംഗർ പ്രിൻറ്റ് ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ Realme C3 എടുക്കാനായിട്ട് ശ്രമിക്കുക. കാരണം Redmi 8നേക്കാളും കുറച്ച് നല്ലത് എനിക്ക് തോന്നുന്നത് Realme C3 ആണ്. നിങ്ങളിൽ ആരെങ്കിലും Realme C3യുടെ 4GB 64GB വേരിയൻറ്റ് എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട്. Realme C3യുടെ 4GB 64GB വേരിയൻറ്റിന് 8000 രൂപയാണ് വരുന്നത്. നിങ്ങളെ കൊണ്ട് ഒരു 1000 രൂപ എക്സ്ട്രാ എടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ Realme 5i എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. കാരണം Realme 5iൻ്റെ 4GB 64GB വേരിയൻറ്റിന് 8999 രൂപയാണ് വരുന്നത്. അതായത് Realme C3യുടെ 4GB 64GB വേരിയൻറ്റിനേക്കാളും ഒരു 1000 രൂപ എക്സ്ട്രാ മാത്രമേ Realme 5iന് വരുന്നുള്ളൂ. ആ 1000 രൂപ നമ്മൾ എക്സ്ട്രാ കൊടുക്കുന്ന ആ പൈസക്ക് നമുക്ക് ഫിംഗർ പ്രിൻറ്റ് സെൻസർ ലഭിക്കുന്നുണ്ട്. പിന്നെ ഒരു കോഡ് ക്യാമറ സെറ്റപ്പാണ് Realme 5iയിൽ ബാക്ക് സൈഡിലായിട്ട് വരുന്നത്. Realme C3 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ Realme 5i ആണ് കുറച്ചും കൂടി നല്ല ഫോണായിട്ട് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഒരു 1000 രൂപേൻ്റെ പ്രൈസിൻ്റെ ഒരു ഡിഫറൻസ് വരുന്നുണ്ട്. അത് നിങ്ങൾക്ക് പ്രശ്നമല്ല എന്നുണ്ടെങ്കിൽ Realme 5i എടുക്കുക. അപ്പോൾ ഇത്രയും നേരം നിങ്ങൾ ഈ വീഡിയോ കണ്ടതിൽ നന്ദി. നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടുന്നത് വരെ ബൈ.